ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഞാനും അജുവും ലച്ചുവും ലിച്ചിയും മാത്രമല്ല, ലിച്ചി കൊല്ലേണ്ടി പോയി. ഇന്ന് ഒരു അതിഥി വീട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് ആള് ഇന്നസെന്റ് ആണ്. ഗൈസ് ഇവിടെ മേക്കപ്പ് പരിപാടിയാണ് ആദ്യം തന്നെ. ലച്ചിനെ കാണിച്ചു ആദ്യം തന്നെ മേക്കപ്പ് പരിപാടിയാണ്. ഇവിടെ ഇൻട്രോവേർട്ട് ഉണ്ട്, പിന്നെ എല്ലാരും ഞാൻ എക്സ്ട്രോവേർട്ടാണ്. ഗൈസ് ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരാം, പ്ലെയർ 1 പ്ലെയർ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഗൈസ് അപ്പൊ ഞങ്ങളാണ് പ്ലെയേഴ്സ്. ഇങ്ങോട്ട് വാ എടാ നീ ഇങ്ങോട്ട് വാ. ഓക്കെ, ഞങ്ങളാണ് പ്ലെയേഴ്സ്. ഗൈസ് അവിടെ ഒരാൾ വരുന്നുണ്ട്, അവള് ഓക്കെ നമുക്ക് കളി തുടങ്ങാം. ഗൈസ് ആദ്യം തന്നെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കാണ് കളിക്കാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിൽ മലയാളത്തിൽ ഒളിച്ചും പൊത്തിന്ന് പറയും, ചിലരുടെ നാട്ടിൽ വെറുതെ വേറെയും പറയും, പക്ഷെ ഇതും പറയും കേട്ടോ. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ ഗൈസ് ഞാനാണ് ആദ്യം പൊത്തുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം ഗൈസ്, അപ്പോൾ ഞാനാണ് ആദ്യം പൊത്തുന്ന ആള്. ഞങ്ങളിപ്പോൾ സ്റ്റോൺ പേപ്പറൊക്കെ കളിച്ചു. അതിൽ എനിക്കാണ് കിട്ടിയത്, അപ്പം ഞാനാണ് പൊത്തുന്നത്. ബാക്കി എല്ലാവരും കളിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ തന്നെ പൊത്തേണ്ട വിജയമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എണ്ണാം. ഗൈസ് ഞാൻ ഇവിടെയാണ് എണ്ണുന്നത്, ഇവിടെ അല്ല ഗൈസ്, ഞാനിതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ എണ്ണുന്നത്. അതും 50 വരെയാണ് നമ്മുടെ സമയം. അപ്പം നമുക്ക് 50 വരെ എണ്ണാം. എനിക്ക് ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കയ്യിലുള്ളതെന്നല്ല, കയ്യിലുണ്ടോണ്ട് ഞാൻ ഇങ്ങനെയാണ് പൊത്തുന്നത്. ഓക്കെ, പൊത്തുന്ന വരെ ഞാൻ എണ്ണീച്ച് നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഞാനിപ്പോൾ പൊത്തുന്നത് കട്ടാക്കിക്കോട്ടെ. ഗൈസ് ഞാൻ എണ്ണിക്കഴിഞ്ഞു. ഹലോ, നീ തന്നെ എണ്ണിക്കോ. ഞാൻ അറിയാണ്ട് ഫസ്റ്റ് തന്നെ മൂപ്പരാള് വന്ന് സേപ്പർ അടിക്കും. ഞാൻ കണ്ട് സേപ്പർ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അറിഞ്ഞില്ല, നീ അപ്പാടിതാ ഒരു അർജുനെ കണ്ട് സാറ്റ് ഗൈസ് അവിടെ ഇങ്ങനെ ഒളിഞ്ഞിക്കാണ്. ഓക്കെ, അടുത്തതായി ധ്യാൻ പൊത്തും. ഞങ്ങൾ ഒളിക്കാൻ പോവാം. ഓക്കെ, ഇതാണ് വേറെ ഓരോരുത്തർ വേറെ സ്ഥലത്തോളി. ഞാനിത് ഈ വണ്ടീൻ്റെ പുറകിലാണ് ഗൈസ്. എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല ഗൈസ്. എന്നെ കണ്ട് ഗൈസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം വിടാം ഗൈസ്. പക്ഷെ ഒന്നില്ല ഗൈസ്. അപ്പൊ അജു ഇല്ലടാ, ഞാനിവിടെ കേട്ടോ. ഞാൻ പിന്നെ ബൈക്കിൻ്റെ ബാക്കിലാണ് ഉള്ളത്. എന്തായാലും ബൈക്കിൻ്റെ ബാക്കിലാണ് ഞാനുള്ളത്. സൗണ്ട് കുറച്ച് കുറവാണെന്നറിയില്ല, മൈക്ക് ഒക്കെ മറന്നു. ചെരുപ്പ് കാണില്ലടാ, ഓരോ പ്രോബ്ലം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് എന്നാ അറിയില്ല കേട്ടോ. ഏത് വണ്ടിയെന്ന് പറഞ്ഞു തോന്നുന്നു. ഇനി ഞാൻ ഇവരെ വിളിച്ചു ഗൈസ്. ഇവരെ ഓരോ സ്ഥലത്ത് വിളിക്കും, വേഗം പോയി വിളിക്കേ ഗൈസ്. ഇവളെ വിടാണ്, ഇവനിവിടെ പാനാട് വെച്ചോ. എടാ അവരെ വിളിച്ചു കഴിഞ്ഞ് ഗൈസ്. അജു അപ്പതാ നോക്കാനായി റെഡി ആയിരിക്കാണ്. ലച്ചു വണ്ടിന്റെ അവിടെ ഇരിക്കണം, ആരും കാണൂല. സൈപ്പർ ലച്ചുനെ കണ്ട്. അയ്യോ, ഇതാരിത്? ധ്യാനേട്ടനാ, മനോജ് മാമിന്റെ അവിടെ. ഇവ വേഗം കണ്ടുപിടിക്കുന്നുണ്ട് ഗൈസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ. അയ്യോ ഗൈസ് അവളുണ്ടോ? എടാ പാമ്പൊന്നില്ല, നീ വേഗം പോയി വെക്കി. സ്ഥലമില്ല, ഞങ്ങൾ അവിടെ പോയി ഒളിക്കാത്ത പ്രശ്നമുള്ളൂ.
കണ്ട് ഗൈസ്, എന്നെ കണ്ടുപിടിച്ചു ഗൈസ്. എന്താ അറിഞ്ഞൂടെ, ഇവള് ഇപ്പൊ വേഗം എന്നെ കണ്ടുപിടിക്കാനാണ് കളിന്ന് തോന്നുന്നു. അയ്യോ ഗൈസ്, അപ്പൊ നമ്മള് വേറെ വഴിക്കൂടി. ഓക്കെ, നമ്മളപ്പോ വേറെ സ്ഥലത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം തന്നെ ഇവിടെ പോവാണ് ഗൈസ്. ഒന്ന് കാണിക്കുക ഗൈസ്, ഇതാണ് സ്ഥലം. ഇപ്പൊ നമ്മൾ ഇവിടെ ആണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കൂ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ആരാണ് ഇപ്പൊ ക്യാമറ പിടിച്ചത്? ഇവനാണ് കേട്ടോ ക്യാമറ പിടിച്ചത്. താൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ഇത് നമ്മളെ പൂച്ചക്കുട്ടിയാണ് ഗൈസ്. കണ്ടാലും സാറ്റി ഞാൻ എണ്ണിക്കഴിഞ്ഞു. ഇവരെ വിടാന്ന് എനിക്കൊരു പിടിയില്ല. എന്നാലും നമുക്കിവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മളെ ഇപ്പം പുതിയ ധ്യാനിൻ്റെ ഇത് ഹോട്ടലല്ല, ഒരു വീട് കാണും. ഭയങ്കര നമുക്ക് ഇവിടുന്ന് തന്നെ നിൽക്കാൻ പാടില്ല സത്യം പറയാം. അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആ ലച്ചുവിനെ കണ്ട ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിന്നെ കണ്ടു. നീ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കണം. ഓക്കെ, ആ ലച്ചുവിനെ കണ്ട് സാറ്റ്, പിന്നെ അർജുനെ കണ്ട് സാറ്റ്. ലച്ചു ഒളിക്കാൻ പൊത്താൻ പോവാണ്. അവളെ പൊത്തുമ്പോ കുറച്ച് നല്ലോണം പൊത്തും. അപ്പൊ അവള് ഇത് കണ്ടോണ്ട് പൊത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലച്ചു പൊത്തു, ഇവിടെ പൊത്തു. അവള് പൊത്തുന്ന നിങ്ങൾ കേട്ടുന്നു. ബോറം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പാട്ട് 19 20 21 22 23 24 25 30 31 32 34 അപ്പൊ എനിക്ക് ഇവര് എവിടെ ഉള്ളതെന്ന് അറിയില്ല. അപ്പൊ ചേച്ചിനെ കണ്ട് സേപ്പർ, ചേച്ചീനെ മാത്രം സേപ്പർ അടിച്ച്. ഇനി 2 ആളെ കാണാനുണ്ട്, 4 ആളുണ്ട്. അജു വന്നിട്ട് കാര്യമില്ല. കാര്യമുണ്ട്. സേപ്പർ അടിച്ചിട്ട് കാര്യമുണ്ട്. ഒരാൾ സേപ്പർ അടിച്ചു. വെള്ളം വന്നിട്ടുണ്ട്. ചവിട്ടാൻ പാടില്ല. ഓക്കെ ഞാനാണ് അടുത്തുണ്ടത്. എന്നെ മുട്ടിച്ചെറങ്ങനായിരുന്നു. അവളെ കുത്തിക്കൊല്ലും. അല്ല ഗായ്സ്, ഗായ്സ് തന്നെ നിങ്ങളെയും വിളിക്കാം. നിങ്ങൾ പോയി വിളിച്ചോ, അതാകുമ്പോ ഞാൻ കാണുകയും ചെയ്യല്ലോ. അജുപ്പ പോയാ ഓക്കെ നിങ്ങൾ പോയി വിളിച്ചോ. 1 2 3 4 5 6 7 8 അവിടേക്ക് ഞാനിപ്പോ ഒന്ന് പൂട്ടി വെക്കട്ടെ. ഞങ്ങൾ അന്ന് ഇട്ട കമന്റിലെ വീഡിയോയില് ബ്ലിങ്സ് ആരാന്നും മോൺസ്റ്റീസ് ആരാന്ന് ചോദിച്ചപ്പോ ചിലവരെല്ലാം പകുതിയും ബ്ലിങ്ക് പകുതിയും മോൺസ്റ്റീസ്. പിന്നെ ഏറ്റവും കൂടുതൽ ബോത്ത് എന്നാണ് പറഞ്ഞത്. അത് രണ്ടും കൂടി അവർക്ക് ഇഷ്ടമായിരിക്കാം. ഓക്കെ, നമുക്ക് പോയിണ്ടാ ഗസ്. അപ്പൊ നമ്മള് എണ്ണിക്കഴിഞ്ഞു ഗസ്. ഇവരോട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിയമം പറഞ്ഞിട്ട് പിന്നെ എണ്ണിയാണ്. അപ്പൊ എനിക്ക് ഇവരെവിടാന്ന് കാണുന്നില്ല. നമുക്കപ്പം നോക്കാം. ഞാൻ ആദ്യം ലെൻസ് ഇട്ട് നോക്കുമ്പോ അല്ല വേണ്ടട്ടോ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇവനോട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോവരുതെന്ന്. തലേ കേറില്ല കഴിച്ചിതൊന്നും. ഇങ്ങോട്ടിറങ്ങി ഇതാ കാണിച്ചാ കഴിച്ചതാ. അങ്ങോട്ടേക്ക് പോവരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ ഞാനില്ലേ അല്ല ഞാൻ സ്റ്റോപ്പ് വിളിച്ചിട്ട്. കാരണം ഇത് രണ്ടെണ്ണം അവിടെ സേപ്പർ അടിച്ചിട്ടില്ല ഗായ്സ്. ഇവര് ഇനി ഞാൻ ഒന്നും കൂടി എണ്ണി കൊതിക്കേണ്ടി വരും. ഓക്കെ, കട്ടളാൻ നമുക്ക് എണ്ണാം. ഓക്കെ, ഞാൻ എണ്ണാൻ പോണാണ്. എടാ അവനെ പോയി വിളി. ഗേൾസ്, ഇന്നത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് കളി തീരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെയാണ് ഗസ്. ഞാൻ ആരെ പിടിച്ചാൽ പിന്നെ അതങ്ങനെ സാറില്ല ഗസ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഗസ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്ക് കളി തീർന്നു. കാരണം ഇത് രണ്ടും അടിച്ചു വീണു. ഇവിടെ ഒന്നല്ല, നമ്മുടെ അകത്ത് സ്ഥലത്ത് അടിച്ചങ്ങോട്ട് വീണുതാ. ആളെ ഞാൻ കാണിച്ചത് മുട്ടിടിച്ച് നല്ലോണം ഒന്നും ആയിട്ടില്ല, എന്നാലും അവൾക്ക് വേദന എടുക്കുന്നുണ്ടോ പറഞ്ഞു. ധ്യാനം വീണു. ഇങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഇതാണ് ഇവിടെ കാല് മുട്ടിടിച്ച് അപ്പൊ നമുക്ക് ഇവരുടെ പീടിയ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചിരിക്കോ നീ? അപ്പൊ ഷോർട്സ് ഇടും. ഇവിടെ ചിരിച്ചു കിട്ടും. ഹലോ. അപ്പൊ വ്ളോഗ് ഇനി ഇടും ഗൈസ്. ഇന്ന് തന്നെ ഞങ്ങൾ വ്ളോഗ് ഇടും. അങ്ങനെ ഞങ്ങൾ വെറുപ്പിക്കാണ്ടിരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ ഷോർട്സ് ഇടും ഗൈസ്. ബൈ ബൈ.